ഹലോ നമസ്കാരം, ഞാൻ അനന്തു. ഞാനിന്ന് ചേട്ടന്റെ സിനിമ ആ, കാണാൻ പോവുകയാണ്. തിരുവനന്തപുരം ശ്രീ കലാഭവൻ തിയേറ്ററിൽ. വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ തിയേറ്ററിൽ ആ, കാണാൻ പറ്റുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചേട്ടനെ ആരാധിച്ച അന്ന് തൊട്ട് ഒരു ആഗ്രഹമായിരുന്നു ചേട്ടന്റെ ഒരു സിനിമ തിയേറ്ററിൽ കാണണമെന്നുള്ളത്. അതും ഇന്നത്തെ സാങ്കേതികം ആ ഒരു ആഗ്രഹം ഇന്ന് ഏപ്രിൽ 25-ാം തീയതി സാധിക്കുകയാണ്. ഇനി എടുക്കുന്ന വീഡിയോകളിലൊക്കെ വോയിസിന്റെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തതിന് ശേഷമായിരിക്കും എൻ്റെ വോയിസ് ഇടുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും സിനിമ കാണുക. സിനിമയെ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും പറയുക. ഞാനും പറയുന്നതായിരിക്കും. ഇനി തിയേറ്ററിൽ ചെന്നിട്ട് ഒരു വീഡിയോ എടുക്കണം, അത് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കലാഭവൻ തിയേറ്ററിലാണ്. ജേട്ടൻ്റെ ശരവഞ്ചനം സിനിമ ട്രിവാൻഡ്രത്ത് ഒരു തിയേറ്ററിൽ ഇവിടെയാണ് ഓടുന്നത്. ഞാനെടുത്തത് ഗോൾഡിലാണ്. ബാൽക്കണി അല്ലാത്ത നോർമൽ ടിക്കറ്റാണ്. ഷോ തുടങ്ങാൻ ഇനിയും 1 മണിക്കൂർ നിലവിൽ ബാക്കിയുണ്ട്. ആ 1 മണിക്കൂർ എന്തായാലും സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചു. 1 മണിക്കൂർ കഴിഞ്ഞാൽ സിനിമ കാണാമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ 11:30-ക്കാണ് ഷോ. 11:15 ഉള്ളിലോട്ട് കയറ്റിവിടും. ടൈമായിട്ടില്ല. ഇതാണ്. എന്തായാലും ഉള്ളിൽ കയറിയതിന് ശേഷം ഒരു വീഡിയോ കൂടി എടുക്കും. ശേഷം റിവ്യൂ. താങ്ക് യു. നമസ്കാരം. ഞാനിപ്പോ ശരവഞ്ചനം സിനിമ കണ്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മാനവീയം വീതിയിലാണ്. ജയേട്ടന്റെ ശരവഞ്ചനം സിനിമ തിയേറ്ററിൽ കാണണമെന്നുള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ മോനെ ഒരു രക്ഷയില്ല. പുള്ളിയുടെ വൈബ്, ജയേട്ടന്റെ ആ സിനിമയിലെ സ്ക്രീൻ പ്രസൻസും വൈബും എന്തൊക്കെ പറഞ്ഞാലും പുള്ളി തന്നെയാണ് മലയാള സിനിമയുടെ എമ്പുരാനും തമ്പുരാനും റോക്കി ബായും എല്ലാം പുള്ളി തന്നെയാണ്. ഒരു ഹീറോയ്ക്ക് വേണ്ട എല്ലാ പരിവേഷവും പുള്ളി ആ സിനിമയിൽ അത്യുഗ്രനായിട്ട് തന്നെ കാഴ്ച വെച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക, കണ്ട് വിജയിപ്പിക്കുക. 45 വർഷമായി അദ്ദേഹം മലയാള സിനിമയിൽ നിന്ന് വിട പറഞ്ഞു. ഈ 45 വർഷമായിട്ടും അദ്ദേഹം മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ഇപ്പോഴും ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതകരമായ കാര്യം തന്നെയാണ്. ഓക്കെ, താങ്ക് യു. തിയേറ്ററിൽ പോയി തന്നെ എന്തായാലും സിനിമ കാണുക, ശരവഞ്ചനം സിനിമയെ വിജയിപ്പിക്കുക. താങ്ക് യു.